ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ ദിവസയോജനത്തിൽ ഞങ്ങളുടെ ഉദ്ദേശകാര്യങ്ങൾ സാധിച്ചെന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുമായി അനുഗ്രഹിക്കണമേ. പിതാവുമായ പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രദക്ഷിണമായിട്ട് പടിയിലേക്ക് പോവുകയാണ്. സംരക്ഷിക്കപ്പെടുന്ന സഹോദര വൈദികരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കുഞ്ഞുങ്ങൾ, മുലപ്പാൽ തുടർന്ന് വളരുന്ന ഒരു കുഞ്ഞിൻ്റെ ചുണ്ടിൽ നിന്ന് ആദ്യം ഉതിരുന്ന ഒരു നാമമുണ്ട്. അർത്ഥവത്തായ രണ്ടക്ഷരങ്ങൾ അമ്മ. നിരാശ്രയത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ആശ്രയത്തിനായി അവർ ഓടിയെത്തുന്ന സങ്കേതവും മറ്റൊന്നല്ല, അമ്മയുടെ പക്കലേക്ക് തന്നെ. അവന്റെ കൊച്ചു ലോകത്ത് ഭയം അവനെ കീഴ്പ്പെടുത്തുമ്പോൾ ആശ്രയത്തിനായി കുഞ്ഞ് ഓടിയെത്തുന്നതും അമ്മയുടെ പക്കലേക്ക്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആകസ്മികമായി എന്തെങ്കിലും സംഭവിച്ചാൽ നാം അറിയാതെ വിളിച്ചു പോകുന്ന നാമവും മറ്റൊന്നല്ല, അമ്മയെ. പത്രോസിന്റെ പിൻഗാമിയായ ശേഷം കത്തോലിക്ക വിശ്വാസത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത ഒരു മാതാവ്, അധികാരത്തിന്റെ ചിഹ്നമായ രത്നങ്ങൾ പതിപ്പിച്ച തന്റെ മോതിരവുമായി സ്വന്തം അമ്മയുടെ മകലേക്ക് കടന്നു ചെന്ന് അമ്മയുടെ മുമ്പിൽ അനുഗ്രഹത്തിനായി മുട്ടുകുത്തിയപ്പോൾ അമ്മയുടെ ചെറുവിരലിൽ കണ്ട ചെമ്പുമോതിരം നോക്കിക്കൊണ്ട് അവൻ പറയുന്നത്, അമ്മേ, എന്റെ കയ്യിൽ കിടക്കുന്ന രത്നങ്ങൾ പതിപ്പിച്ച ഈ മോതിരവും അമ്മയുടെ കയ്യിൽ കിടക്കുന്ന ചെമ്പുമോതിരവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എൻ്റെ അമ്മയുടെ കയ്യിലെ ചെമ്പുമോതിരം എത്ര ഭംഗിയുള്ളതാണ്. ആ മോതിരമില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് എന്തായിരുന്നുവോ അതാവുകയില്ലായിരുന്നു. ലോകത്തിലെ സകല വിജ്ഞാനവും തലയിൽ പേർക്കൊണ്ട് ബുദ്ധിശക്തിയിൽ അഗ്രഗണ്യനായിരുന്ന ലോകത്തിന്റെ മ്ലേച്ഛതകളിലൂടെ നടന്ന ഒരു യുവാവ് സ്വന്തം അമ്മയുടെ കണ്ണുനീരിന്റെ മുമ്പിൽ തന്റെ അറിവിന്റെ മുമ്പ് മുഴുവൻ ഒലിച്ചില്ലാതായി
മാനസാന്തരത്തിലേക്ക് കടന്നു വന്നപ്പോൾ സന്തോഷിച്ചത് അമ്മയാണ്, അഗസ്റ്റിന്റെ അമ്മ. കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിനായി അവരെ വിളിച്ചുകൂട്ടി ഓരത്തോറിയം നടത്തിക്കൊണ്ടിരുന്ന ഡോൺ ബോസ്കോ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ പ്രസിദ്ധിത്തരങ്ങളും പോക്കിത്തരങ്ങളും കണ്ട് ക്ഷമനശിച്ചു. എന്നിട്ടും അവരെ ശിക്ഷിക്കാതെ സ്നേഹത്തോടെ തിരിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു നാളിൽ അദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കൾ, യുവവൈദ്യർ അദ്ദേഹത്തിന്റെ പക്കൽ കൊണ്ട് ചോദിക്കുന്നുണ്ട്, താങ്കൾ എങ്ങനെയാണ് ഇത്രത്തോളം ഈ കുഞ്ഞുങ്ങളോട് ക്ഷമിക്കാനായി സാധിക്കുകയാണ്? അവരുടെ പോക്കിത്തരങ്ങളും പ്രസിദ്ധിത്തരങ്ങളും കണ്ടിട്ട് അവരോട് ക്ഷമിക്കാനായി സാധിക്കുന്നത് എപ്രകാരമാണ്? അപ്പോൾ ഡോൺ ബോസ്കോ പറയുന്നത്, എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ കുസൃതിത്തരങ്ങൾ കണ്ടിട്ട് എന്നെ ശിക്ഷിക്കാതെ സ്നേഹത്തോടെ തിരികെ തന്ന എൻ്റെ അമ്മ മാർഗരറ്റിന്റെ മുമ്പിൽ ഞാൻ കാണിക്കുന്ന ഈ ക്ഷമ ഒന്നുമല്ല. ചെറുപ്പത്തിന്റെ പുറത്തിൽ തൻ്റെ കൊച്ചുടുപ്പിൽ നിന്ന് പൊട്ടിപ്പോയ ബട്ടൻസ് തുന്നിച്ചേർക്കാനായി മടി കാണിച്ച മകളോട് നിർവഹണത്തിന്റെ ഉപദേശങ്ങൾ അമ്മ പറഞ്ഞു കൊടുത്തപ്പോൾ അമ്മ ഒരിക്കലും കരുതിയില്ല ലോകമെമ്പാടും അറിയപ്പെടുന്ന മദർ തെരേസയായി തന്റെ മകൾ പരിഗണിക്കുന്നത്. സ്നേഹമുള്ളവരെ, അമ്മ ഒരു സങ്കേതം മാത്രമല്ല, അവളൊരു ശക്തിയാണ്, അവളുടെ ആവേശം. സൗഖ്യദായകയായി ലൂർദിൽ അമ്മ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് സൗഖ്യം നൽകുവാനും നമുക്ക് സന്തോഷം നൽകുവാനും നമ്മുടെ നാടിനെ അനുഗ്രഹിക്കുവാനുമായി സ്വന്തം അമ്മയെ പോലെയാണ്. ലൂർദ് മാതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ നീരിക്കാട് നിവാസികൾക്ക് ചിന്തിക്കാനാണ് സാധിക്കുന്നത്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, അമ്മ ഒരു സങ്കേതം മാത്രമല്ല, അമ്മയൊരു ശക്തിയാണ്, അമ്മയൊരു ആവേശമാണ്. ഒരു വശത്ത് നാം ലൂർദ് മാതാവിന്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. നേടാൻ ഒരു ലക്ഷ്യമുണ്ട്, വലിയൊരു ലോകം. നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഈ ലക്ഷ്യപ്രാപ്തിക്കായി എന്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്താനല്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനും ജീവിക്കണം? വിശന്നൊന്നിയ വയറുമായി പാതിരാത്രിയുടെ ഇരുണ്ടയാവുന്നതിൽ കയ്യിൽ തട്ടിച്ചു വെച്ച ഒരു ചൂട്ടുകറ്റയുമായി നടന്നു നീങ്ങുന്ന വിദ്യാസമ്പന്നനായ ശിവന നിർമ്മാണനെ ഉഷ്ണമേഖല എന്ന നോവലിസ്റ്റ് കാക്കനാണ് അവതരിപ്പിക്കുന്നത് ഇപ്രകാരം. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ അംഗരക്ഷകനായിരുന്നു സെബസ്ത്യാനോസ്. ഇഷ്ടപ്പെട്ട പടയാണ്. അധികാരത്തെയും അധികാരിയെയും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ക്രിസ്തുവാണ് സഭയെ തെരഞ്ഞെടുക്കുന്നതാണ് സെബസ്ത്യാനോസ്. തന്റെ തിരഞ്ഞെടുപ്പിൽ തന്റെ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല എന്ന് സെബസ്ത്യാനോസിന്റെ ജീവിതം നമുക്ക് കാണിച്ചു വരുന്നു. തന്റെ തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായ സംതൃപ്തിയാണ്. തന്റെ തിരഞ്ഞെടുപ്പിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ജീവിതശൈലി അവരെ വെച്ച ഒരു വ്യക്തിയാണ്, ഒരു മഹത് വ്യക്തിയാണ് സെബസ്ത്യാനോസ്. ആ സെബസ്ത്യാനോസിന്റെ തിരുനാൾ കൂടിയാണ് നാം ഇവിടെ സംയുക്തമായിട്ട് ഉണ്ടാകുന്നത്. നീരിക്കാട് നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇരട്ടി മന്ത്രത്തിന്റെ അനുഭവം. ലൂർദ് മാതാവിന്റെ സെബസ്ത്യാനോസ് സഹോദരന്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുന്ന നിങ്ങൾ ഓരോരുത്തർക്കും തിരുനാളിന്റെ എല്ലാവിധ പ്രാർത്ഥന മംഗളങ്ങളും ഭാവങ്ങളും ഞാൻ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നസ്രത്തിലെ അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ, മനസ്സിലെ ചിത്രങ്ങളൊക്കെ അതുല്യമാണ്. ഇതാ കർത്താവിന്റെ ദാസ്, നിന്റെ ഹിതമെങ്കിൽ നിറവേറട്ടെയുള്ള സ്വതന്ത്ര പ്രതികരണത്തോടെ മാതൃത്വത്തെ പരിശുദ്ധ കന്യകാമറിയം പരമോന്നതയിൽ എത്തിച്ചു. അതിലൂടെ അവൾ ലോകത്തിന്റെ അമ്മയായി തീരുകയാണ് ചെയ്തത്.
ലോകത്തിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മ. ആവശ്യത്തിലിരിക്കുന്നവർക്ക് അത്താണിയാണ് അവൾ. കുടുംബത്തിലെ സന്തോഷമാകുന്ന വീഞ്ഞു തീർന്നു പോകാൻ അനുവദിക്കാത്തതാണ് അവൾ. തന്നെ വിശ്വസിക്കുന്ന ഒരുവൻ പോലും ആത്മീയമായുള്ള വിശ്വസിന് അടിമപ്പെടരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെ സ്വന്തം മകനെ അപ്പമായിട്ട് നൽകിയവളാണ് പരിശുദ്ധ കന്യകാമറിയം. അടുത്ത ദിവസങ്ങളിൽ വായിച്ച ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 1-2 വാക്യങ്ങൾ എന്നെ വളരെ ആകർഷിച്ചു. അമ്മ